What? I can't hear. Why are you recording me? ലെവൽ ആദ്യമായി കാണുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന പെൺകുട്ടികൾ തൊപ്പിയുമായി മുൻപേ പരിചയമുള്ളവരും തൊപ്പിയുടെ നിയമവിരുദ്ധ ഇടപെടലുകൾക്ക് വിധേയരായവരുമാണ്. ഹലോ, എന്തായാലും പേരെന്തായിരുന്നു? എന്നെ കാണാവുന്നതാണോ? ഇവന്മാർ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടികൾ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോന്നായിട്ട് പൊങ്ങി വരുന്നതാ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിന്നൊന്നുമല്ല, കേസങ്ങ് അറബി നാട്ടിൽ നിന്ന് വരുമെന്ന് വരെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തൊരു കാര്യം. ഇത് അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ ഇനിയിപ്പോ ഫോൺ സ്ട്രീമിനകത്ത് കണക്ട് ആയതുകൊണ്ടാണോ, എന്തായാലും അത് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവന്മാര് തന്നെ ഇവന്മാരുടെ ക്യാരക്ടർ വെറും വൾഗറാണെന്നും സ്ത്രീലംബണന്മാരാണെന്നും വ്യക്തമായിട്ട് വീഡിയോയ്ക്കകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂജൻ പിള്ളേരും അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും ഇത് കാണുമ്പോഴത്തേക്കും വാവ്, അങ്ങനെയും കിട്ടുമില്ലേ പെൺകുട്ടികൾ എന്നൊരു ചിന്താഗതി ഉണ്ടാവുമല്ലോ. ആ ചിന്താഗതിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യവന്മാര് കാണിച്ചു കൂട്ടിയിട്ടുള്ള വെറും തന്തയില്ലായ്മ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതുകൂടാതെ ശ്രീജിത്ത് പെരുമന, അദ്ദേഹമാണ് ഇതുമായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുകയും ഇപ്പൊ ആ നിയമ നടപടിയായിട്ട് മുന്നിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് സകല തെളിവുകൾ ഇവന്മാരെ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് തന്നെ കാണിച്ചുതരാം. ആദ്യമേ തന്നെ യവന്മാര് ട്രിപ്പ് പോയായിരുന്നല്ലോ. ട്രിപ്പ് പോയ സമയത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാം, മേ ബി ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നി, റോഡ് സൈഡിൽ നിൽക്കുന്നത്. അവിടെ പോയി നിന്നിട്ട് അവരുമായിട്ട് കൊഞ്ചിക്കൊഴയുന്ന ഒരു കാര്യം, അവർ വിടാതിരിക്കുന്ന ഒരു കാര്യം, അതൊന്ന് ആലോചിച്ചോക്കെ. അത് നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ സ്കൂളിൽ പോകുന്നവർ ഇതൊക്കെ കാണുമ്പോഴത്തേന് അണ്ണൻ ഇങ്ങനെ സെറ്റായില്ല, അണ്ണന്റെ ഒരു മറ്റേ ഭാഗ്യം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് വളരെ ദയനീയമായിട്ടുള്ള കാര്യം, പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തലമുറയുടെ അന്ത്യമാണ് ഇവന്മാരി കാണിച്ചുകൊണ്ടിരുന്ന ഇത്രയും നാള്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അതിനൊരു പൂട്ട് വീണതിന് സന്തോഷമേ ഉള്ളൂ, ഒരിക്കലും തകർന്നതിന് ഒരു ദുഃഖവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ കുട്ടികൾ ഇവന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും എടുത്ത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, അതെടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവന്മാർക്കെന്ന് പറയുന്നില്ല, സോറി, കുട്ടികൾക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ എന്ന രീതിയിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത് നമുക്കെതിരെ കേസെടുക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇനി ഇവന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിക്കാം. ओ उसका है छोड़ो, हम चलो फादर मदर मेरे को पूछू क्या नहीं पूछू? ഈ ഷമീർ എന്ന് പറയുന്നവൻ ഒരു ശ്രീരംഭണനാണെന്ന് ഈ ലൈവിനകത്തൂടെ തന്നെ കാണിച്ചു തരുന്നതായി സത്യം പറഞ്ഞാൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇത് സ്ട്രീമിംഗ് ആണെന്നും, ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്നും, ഇതിന് താഴെ കമന്റ്സ് വരുന്നുണ്ടെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. വോട്ടെവർ സ്ട്രീമിംഗ് ഒരു വീഡിയോ ആണെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ എന്തുവായിരിക്കും ചെയ്യേണ്ടത്? നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും തീട്ട ചിന്താഗതിയോ വൃത്തികെട്ട സ്വഭാവമോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, അത് മാക്സിമം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ചിന്താഗതി അവരിലേക്ക് എത്തിക്കല്, എന്നെ ഇവർ ഈ ഒരു മൈൻഡിൽ കാണരുത് എന്നായിരിക്കും ഒരു പരിധി വരെയുള്ള എല്ലാ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. എല്ലാവരും പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഇതുപോലുള്ളൊരു കാര്യങ്ങൾ അത് പബ്ലിക്കിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കിന് ഇത് കാണുന്ന കുട്ടികൾ അത് ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത്? അവർക്കും ആകാം, ഷമീറിനും തൊപ്പിക്കും ആകാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ ആയാല് എന്നൊരു കൂട്ടമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവന്മാരെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന പരിപാടികളുമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ടാക്സി പോന്ന ഓള് കെട്ടിത്തരുന്ന നീ ബാക്കിന്ന് മുതലാക്കിയത് തൊപ്പി പറഞ്ഞ കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ, നീ ബാക്കിൽ നിന്ന് മുതലാക്കുവാണോ? ഇവൻ ഇതല്ല വരേണ്ടത്, ഇതിന്റെ അപ്പുറം വരേണ്ടതാ. ഇച്ചിരി താമസിച്ചു പോയെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒരുപാട് ജനങ്ങൾ കാണുമ്പോഴത്തേക്കും അവർക്ക് ഇട്ടുകൊടുക്കുന്നതാണ് നീ ബാക്കിന്ന്. അതായത് ഇതും എന്തുവാ, ലൈംഗിക ചവയോടുകൂടിയുള്ള സംസാരമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെണ്ണിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യമോ അവളുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമോ അത് തന്നെയാണ് ഇവന്മാര് ഈ പറയുന്ന ലൈവിനകത്തൂടെയും ഈ പരിപാടിയോടെയും കാണിച്ചുകൊണ്ടിരുന്നത്. അതൊന്ന് വ്യക്തമാക്കാനായി ഒരു എടുപ്പ് കാണിക്കുക. നീ എന്താ കാണിക്കുന്ന ഷമീറ?
ഷമീറ വാ വിടുന്നില്ല, ആര് വിടുന്നില്ല? കംഡാ ഇവ കൈ പിടിച്ചേക്കണ്ട. no 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 നീ പോയാ no come കൈ പോ. ഇല്ല. ഓക്കെ, നമ്മൾ പോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. അല്ല വിടുന്നില്ല. നാട്ടുകാരെ പ്രഹസനം കാണിക്കാൻ വേണ്ടിട്ട് ബേബി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇപ്പൊ ഇവന്മാര് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവന്മാർക്ക് രാത്രി ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നു ഇവനെ കൊണ്ട്, അതുകൊണ്ടാണ് വിളിച്ചെടുത്തോണ്ട് പോകുന്നത്. എന്നാലും നമ്മൾ കണ്ട് നിങ്ങളുടെ ബേബി എന്നൊന്നും വിളിച്ചിട്ട് ഇനി വലുതായിട്ട് മെഴി കണ്ട. എന്തായാലും നല്ലതാടാ, ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാവുന്ന കാര്യങ്ങളാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, You want to learn Arabic? No, I want a wife like you. Okay. You want to Marry a girl in Saudi Arabia. Marry a girl in Saudi Arabia. Actually, to be honest, it's difficult. Why? Because I am Indian. We have strict. Because I am Indian. What? Not because you're Indian, but the strict here in Saudi, they're so strict, you know. Okay. No We don't problem. Come to marry India. to I come to India. I will marry you. 1 minute. Okay, how old are you? Okay. എന്താ? ആര്? 1 minute. No problem. Can you give me your Instagram ID? Don't say no. I don't have Instagram. Do you have Snapchat? I have Snapchat. This is my friend. Fawaz friend. അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം സ്നാപ്ചാറ്റ് ID കൊടുക്കുന്നു. പിന്നിൽ നടന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന് ശേഷം നടന്നത് എന്താണ്? ബാക്ക് കർട്ടൻ. Hello. Hello? Yes. Shamir, I asked you, are you recording? Dami, stop making laugh. മോശമായ കാര്യങ്ങൾ പറയരുത്. മോശമായ 1 minute. കാര്യങ്ങൾ കാണരുത്. മോശമായ അണ്ടി. Million people, they add me. What? I can hear. Why are you recording me? I asked you. Yes, Why but you lying? ഇത് ഓരോ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവനാണ് ഓപ്പൺ ആയിട്ട് ചെയ്തത്. അവൻ അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് ചെയ്തു. പക്ഷെ ഇതുപോലൊരു ചോദ്യം വരാം. അവര് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഡേറ്റിംഗ് ആപ്പിൽ ജസ്റ്റ് ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വോട്ടവർ അവരുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവസി ആഗ്രഹിച്ച്, ആരും അറിയരുതെന്ന് ചിന്തിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ലല്ലോ. ആഗ്രഹിച്ച് ഇമ്മാരി പരിപാടിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കിന് തൊട്ടപ്പുറത്ത് സ്ട്രീം ചെയ്യുന്നിരുന്നവൻ അവന്റെ മുഖം അങ്ങോട്ട് എടുക്കുന്നു, ഇരിക്കുന്നു, താണ്ട 10-20 ലക്ഷം ആൾക്കാരുടെ മുന്നിലേക്ക് ഇങ്ങനെ സാധനം ഇടും. ആണ്ടാ ഇവളെ കൊണ്ട് ഇതിനകത്ത് അക്കൗണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ. അതാണ് ഇപ്പൊ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിന്റെ പേരിലുള്ള സംസാരമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ബാക്കി no, I don't lie. I just This is not acceptable. I have million people and my face I see it in YouTube. Why? not a million. Just K. This is not acceptable. Saudi police. I am not just I am in live, but one problem came. This is not funny. How many people they are trying to add me? Who said? How come? What can I do? Yeah, delete my part at least. Okay, I will delete it. Please. Are you going to arrest me? Yeah, if you didn't delete it, for sure. You are going to arrest me? Not arrest you. This is not funny. Yes. Not going to arrest me, right? Hello? Yeah, I don't wanna go through these things. Okay. So you can handle it. You're a man. You're a grow up man. Yes. I am sorry. Please. Okay. I don't want to sorry. I want you just to delete it, and if someone asks you recording, just tell them the truth. Okay. I will delete it. Don't worry. I will delete. Thank you. Okay. ലൈവിലിരുന്ന് പൊഴുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. എന്തിനു വേണ്ടിയിട്ടൊന്നും ഒരു പിടുത്തമില്ല. ഇതുപോലുള്ള സാധനം ഇതിപ്പോ പുറത്താ. ഇതുപോലുള്ളൊരു സാധനം ഈ മലയാളത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ്, അല്ല മലയാളിയായിട്ടുള്ള ഒരാളാണ്, ഈ സ്ഥലത്തുള്ള ഒരാളാണ് ഇമാരി പരിപാടി കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സാധനം പൂട്ടിക്കെട്ടി പോകേണ്ട അവസ്ഥയല്ലേ വന്നിരിക്കുന്നത്.
എന്നാൽ ആ പെണ്ണിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും അതിനെ ഒരു ഫണ്ണിയായിട്ട് ചിത്രീകരിച്ച് പല രീതിയിൽ സംസാരം മാറ്റിക്കൊണ്ടുവരുന്നു. അറസ്റ്റ് ചെയ്യുവാണോ, എന്നെ അറസ്റ്റ് ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എത്രത്തോളം വില കൊടുത്തിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നതെന്നേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നേ. ഇത് തന്നെയാണ് സംഭവം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായ ഒരു വില കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു വില കിട്ടാത്തത് കൊണ്ടും കൂടിയാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നതിനുൾപ്പെടെ മമ്മു വീട്ടിലെ ഗ്രഹനാഥി, പ്ലംബർ, കുക്കർ, ആക്ടർ ഇതെല്ലാം കൂടെ ആയ ആ ഒരു വ്യക്തി കൂടെ ചേർന്നിട്ട് ഈ ഒരു സാധനം വിളിക്കാനായിട്ട് ഇടയുണ്ടായത്. ഓക്കെ, നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീജിത്ത് പെരുമന, അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹമാണ് ഈ കേസോട് മുന്നോട്ട് നേരത്തെ പറഞ്ഞല്ലോ, അതെന്തുവാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ പറയുന്ന ഈ മെൻസസ് ഞാൻ കളിയാക്കി പലപ്പോഴും ആ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ വന്നത് മെൻസസ് അസോസിയേഷന്റെ ഇതിലൊക്കെയുള്ള ഇപ്പൊ പ്രധാനപ്പെട്ട വക്താവ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ആളുകളുടെ നേതാക്കളായി നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പോക്സോ കേസിലെ പ്രതികളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്തതിനോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് ചെയ്തതിനോ ഒക്കെ പൊതുജനം കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുള്ള ആളുകളാണ്. അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു അജണ്ട പോലെയാണ് ഈ പൊതുസമൂഹം ഈ പറയുന്ന ഫെമിനിസത്തോട് ചെയ്താലും ഇവിടെ ജീവിക്കാൻ പറ്റും എന്നൊരു കാര്യം അവസ്ഥയിലേക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചത് തൊപ്പിയാണ്. അക്ഷരാർത്ഥത്തിൽ തൊപ്പിയുടെ ഗ്യാങ്ങിൽ പോയി ഇതെല്ലാം പഠിച്ചിട്ട് പുറത്തിറങ്ങി വന്ന നല്ലൊരു സ്ട്രീമർ. പണം മറ്റൊരു ജോലിക്കും പോണ്ട. ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഡൊണേഷനും കൊടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന 4 കൊല്ലം പഠിച്ച് ഇന്റേൺഷിപ്പിന് പോയി PSC എഴുതി അല്ലെങ്കിൽ മറ്റേ ആളുകളുടെ കാല് പിടിച്ചിട്ടൊക്കെ ജോലി എടുക്കുന്നതാണ്. തൊപ്പി പറയുന്നില്ല. തൊപ്പിയോട് ആ സ്ട്രീമിലൊക്കെ ആളുകൾ ചോദിക്കുന്നത് എത്ര പൈസ കിട്ടും. എനിക്ക് നേരത്തെ ഞാനത് ഡിസ്കസ് ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്കത് പറ്റില്ല. അത്രയുണ്ട്. പിന്നെ ഞാൻ മതിയാക്കുകയാണ്. 1 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ തുടർച്ചയായി ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ മതിയാക്കുകയാണ്. വേറെ പണിയും പോകണ്ട, പ്രൊമോഷൻ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം അതായത് പുള്ളി വലിയ ബിസിയാണ്. അപ്പം പുള്ളിയുടെ അസ്പിറൻസ് ആയിട്ട് പോകുന്ന ആൾ, പുള്ളിയുടെ അടുത്തേക്ക് പോകുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഈ ഷമീർ വരും ചെയ്യുന്നുണ്ട്, ഈ മമ്മു ഒക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിലാണ് ഈ സ്ട്രീമിങ്ങും നല്ല കാര്യങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ തൊപ്പിയിൽ നിന്ന് പഠിക്കണം എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് തൊപ്പി. പക്ഷെ അത് തൊപ്പി മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണ്? ഈ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും സാമൂഹ്യ വിരുദ്ധ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും ആന്റി സോഷ്യൽ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ആന്റി സോഷ്യൽ എലമെന്റ്സ്, ആന്റി സോഷ്യൽ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് ഇവരുടെ ഇതൊരു കേന്ദ്രം മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രീം ചെയ്തതിലൂടെ തൊപ്പി ഉദ്ദേശിക്കുന്നത് പക്ക ബിസിനസ് മാത്രം. അവന്റെ പോക്കറ്റിലേക്ക് പൈസ വീഴുക, എന്നാ നാട്ടിൽ എന്ത് നടന്നാലും പിള്ളേർ ഏത് രീതി ചിന്തിച്ചാലും എടുത്താലും അവന് യാതൊരുവിധ കുഴപ്പമില്ലാതെ അവനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതായിരുന്നു അവന്റെ ബേസ്. ഈ ബേസിനകത്താണ് ഇത്ര ഉണ്ടാക്കിയതും ഈ കാര്യങ്ങളിലേക്ക് ഇപ്പൊ വന്ന് വീണ് കിടക്കുന്നതും. കാരണം സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് പിള്ളേരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പാകത്തിൽ ഒരു വലിയ ഒരു ഓറ ഇവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവന്റെ കയ്യിൽ, ഇവന്റെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സെക്കൻഡ് തൊപ്പി മാറി നിഹാദായിട്ട് തിരിച്ചു വന്നൊരു സമയത്ത് ഈ ഒരു സാധനത്തിന് വ്യക്തമായ ഒരു ചേഞ്ച് അവൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. എന്നാൽ വ്യക്തമായ ചേഞ്ച് അല്ല കൊടുത്തത്. ഒരു ഫേസ്, ഇവന്റെ വൃത്തികെട്ട ഫേസ് എടുത്തിട്ട് ഫ്രണ്ട്സിനിടയിലും ഇവന്റെ കൂടെ ഉള്ളവരെ കാണിച്ചിട്ട് ഇവൻ വളരെ നല്ല വ്യക്തിയാണെന്നും ഡബിൾ ശ്രീ രവിശങ്കറിനെ പോലാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫേസ് എടുത്ത് കാണിച്ചപ്പോഴാണ് ഈ ഒരു സാധനം വൾഗരിച്ച് ഇവന്റെ കയ്യിലോട്ട് തന്നെ വീണ്ടും കറങ്ങി അടിച്ച് കയറിയ ഒരു സിറ്റുവേഷൻ. ഇനി അടുത്തൊന്നും കണ്ടുപോകാം. കൂട്ടത്തില് ഇതിന്റെ പുറമെ ചില അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ ഒരു വാറ് ചിലപ്പം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും ഇതിപ്പോൾ അത് പൂർണ്ണമായിട്ടും അല്ലാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ഗ്യാങ്ങിലുള്ള ഷമീറിന്റെയും പറയുന്ന മുഹമ്മദിന്റെയും മമ്മുവിന്റെയും ആ ഒരു ന്യൂഡ് വിഷ്വൽ ബ്ലർ ചെയ്തിട്ട് ഇട്ടു. അതിന്റെ ഒറിജിനൽ തന്റെ ഫോട്ടോയിൽ ഉണ്ട് ഒന്നെന്ന് കാണിക്കുക തരികയും ചെയ്തു. അതായത് അതൊരു എക്സ്ട്രീമാണ്. അതായത് നമ്മൾ ഒരു തരത്തിലും ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ പണം കിട്ടിയാലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരും ഒരു സ്ക്രിപ്റ്റിലും അനുവാദം. ഇനിയിപ്പോൾ എന്തൊക്കെ കൊടുക്കാം, അത് അതർവൈസ് ഒരു അത്തരത്തിലുള്ള ഒരു പോൺ ആർട്ടിസ്റ്റോ അങ്ങനെയൊക്കെ അല്ലാത്ത പക്ഷം അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. 2, അത് ഉറപ്പിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തൊപ്പി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ താമസിക്കുന്ന എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ നമ്മുടെ തൃപ്പയാക്ക പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു സ്ഥലമുണ്ട്, പാലമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അവിടെയാണ് താമസം പുള്ളി. ആ പിന്നെ ചേരാനല്ലൂരിൻ്റെയൊക്കെ ഭാഗത്ത് അവിടെ ഉള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നിലവിൽ തൊപ്പി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് ഒരു രേഖയാക്കി തൊപ്പി പരാതി കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. സ്ക്രിപ്റ്റഡ് അല്ല. ഇന്നലെ രാത്രി തന്നെ എന്നെ DCPയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴും ഇന്നലെ കളമശ്ശേരി CIക്കാണ് ഇതിന് അന്വേഷണ ചുമതല ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത്, കൊച്ചി DCPയിൽ കൊടുത്ത പരാതിയുടെ പ്രകാരം. അതുപോലെ തന്നെ DGP ഞാൻ കൊടുത്ത പരാതി പ്രകാരം ഞാൻ പറഞ്ഞ SP പിന്നെ സൈബർ ഓപ്പറേഷൻസിനാണ് കൊടുത്തിരിക്കുന്നത്, അങ്കിത് അശോകൻ. അദ്ദേഹവും കൊച്ചിയിലേക്കാണ് ആ പരാതി അയച്ചിട്ടുള്ളത്. സെപ്പറേറ്റ് ഒരു പരാതി ഞാൻ കൊച്ചി DCP കൊടുത്തിരുന്നു. അത് അവിടെയുള്ള ഒരു ഹെവി വർക്ക് ലോഡിന്റെ ഭാഗമായിട്ട് ഇപ്പം തൊപ്പി താമസിച്ചു എന്ന് പറയപ്പെടുന്ന കളമശ്ശേരിയിലാണ് CIക്കാണ് അയച്ചിരിക്കുന്നത്. ഇന്നലെ കളമശ്ശേരി CIനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു 1 വർഷമായിട്ട് എന്തില്ല തൊപ്പി
അവിടെ താമസമില്ല. തൊപ്പി ഈ പറഞ്ഞ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. ആ സ്റ്റേഷൻ പരിധിയിൽ ഒരു പരാതിയും തൊപ്പിയും ചെയ്തിട്ടുണ്ട്, ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഘട്ടത്തിൽ CI ഒരു റിപ്പോർട്ട് DCP സമർപ്പിക്കുകയും DCP അത് SP സൈബർ ഓപ്പറേഷൻസിന് സമർപ്പിക്കുകയും അത് DGPയുടെ അടുത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നലെ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതിനൊരു സാവകാശം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കാരണം അതെ, അതാണ് ഈ സൈബർ ഇത് ടാമ്പർ ചെയ്യാനും എവിഡൻസുകളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യത. അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് അത് സ്പീഡായിട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ പുതിയ അപ്ഡേഷൻസ്. അപ്പൊ ഇത് കാണാൻ ആഗ്രഹമുള്ളവർ കാണും. ഇതിനകത്ത് അപ്ഡേഷൻ എന്താണ്? ഈ കേസ് വരുന്നു, കേസ് വന്നു, പലരും വീഡിയോ വരുന്നു, ന്യൂസ് ചാനലിൽ പറയുന്നു. എന്നാൽ ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഇവന്മാരൊക്കെ അതുപോലെ നടക്കുന്നു. അപ്പൊ ഇതിന്റെ നീക്കുപോക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഇനി അടുത്തത് 2022 ഇവിടെ അല്ല, അന്ന് തൊപ്പി വളരെ ചുരുക്കം ചില ആളുകൾക്ക് അറിയില്ല. പിന്നെ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ സജീവമായിരിക്കുന്ന സമയമാണ്. കുറച്ച് ആളുകൾ ഇൻബോക്സിലേക്ക് 1-2 വീഡിയോസ് അയച്ചു. അതായത് വീഡിയോസിൽ കാണുന്നത് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ യൂണിഫോമിൽ മലപ്പുറത്തൊരു സിറ്റിയിൽ അവർ പഠിച്ചിരിക്കുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അപ്രോച്ച് ചെയ്യുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പിന്നെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ മറ്റേ ട്രാഫിക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഇതിനെതിരെ പരാതി കൊടുക്കണം, ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2-3 വീഡിയോ ഞാൻ കണ്ടു. തൊപ്പി എന്ന നിഹാദാണ് വന്നിരിക്കുന്നത്. ക്രൗഡ് പുള്ളറാണ്, ഓൺലൈൻ സ്ട്രീമറാണ്, ഗെയിമറാണ്. പുള്ളി വന്ന ഘട്ടത്തിൽ പിന്നെ ആളുകൾ തടിച്ചുകൂടി. വീട്ടിൽ പോലും പറയാതെയാണ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ളത്. ടീനേജേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പറയുന്ന ഓൺലൈൻ മീഡിയകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ആണ് പുള്ളി അവിടെ നിന്ന് പബ്ലിക്കായിട്ട് പുള്ളിയുടെ ഒരു പാട്ട്, പുള്ളിയുടെ അതായത് ചെറിയ കുട്ടികളെ മുൻനിർത്തിയാണ് പുള്ളിയുടെ ഒരു അശ്ലീലം നിറഞ്ഞ ഒരു പാട്ട്, പുള്ളിയുടെ കുറെ അഭിപ്രായങ്ങൾ. അതായത് ഏത് പാട്ടാ നിങ്ങൾക്ക് അറിയോ? ഞാൻ കഴിച്ചത് ചക്കക്കുരു, ഞാൻ വിട്ടത് അവിടെയായിരുന്നു കേറി കത്തിയത്. തൊപ്പി കയറിയതോടുകൂടി തൊട്ടിൽ കിടക്കുന്ന കുട്ടി വരെ സ്നഗ്ഗി എടുത്ത് മാറ്റിയിട്ട് ചാടി ഇറങ്ങി, തൊപ്പിയെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് പാല് കുടിക്കത്തില്ല എന്ന് വീഡിയോ വരെ ഇട്ട്. അറിയാലോ, ഇനി ഞാൻ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല സാധനം. അനുകരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഓൺലൈനിൽ നിന്ന് വെർച്വൽ വേൾഡിൽ നിന്ന് പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്, പൊതുജനങ്ങളുടെ സമൂഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. വെർച്വൽ വേൾഡിൽ ഇതിനേക്കാൾ വലിയ അഭിപ്രായങ്ങൾ പുള്ളി കാണിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന പുള്ളിയെ കുറിച്ചൊരു റിസർച്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഞാനൊരു വളരെ ഒരു കാഷ്വൽ ആയിട്ടൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അതായത് ഇത്തരത്തിലുള്ള അശ്ലീലത കൊച്ചുകുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയെ തടയണം, പിന്നെ പോലീസ് കേസ് എടുക്കണം. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടും പബ്ലിക് ഓർഡറും വയലേറ്റ് ചെയ്തതിന് പോലീസ് കേസ് എടുക്കണം. കേസ് എടുക്കാത്ത പോലീസിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ കാഷ്വലായിട്ട് പോസ്റ്റ് ഇട്ടു. പിന്നീടാണ് അതിന്റെ ചെറിയ കട്ട് ചെയ്തിട്ടുള്ള വേർഷൻസ്, ഈ ഷോർട്ട് വേർഷൻസ് ഒക്കെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. ഈ വന്നതിൽ ഇതിനേക്കാൾ വലിയ അശ്ലീലങ്ങളും ഒബ്സിനിറ്റിയും ന്യൂഡിറ്റിയും ഒക്കെയുള്ള വീഡിയോകൾ പുറത്തേക്ക് വന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ തന്നെയുള്ള ദീപക് പ്രകാശ് സാറിനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ സുപ്രീം കോടതിയിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീജിത്ത് ഞാനൊരു കാര്യം കണ്ടു, എല്ലാ കേസും പിന്നെ ശ്രീ പറഞ്ഞു സാർ ഇത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് സാറിനെ വിളിച്ചത്. എനിക്കത് ഓക്കാനം വന്നു, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. പല വീഡിയോസും ശ്രീത പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇമീഡിയറ്റ്ലി എനിക്ക് മക്കളുണ്ട്, ഇമീഡിയറ്റ്ലി അതിന് നടപടി എടുക്കണം എന്ന് പറഞ്ഞു എന്നോട് തന്നെ സാർ സംസാരിച്ചു. അപ്പം ആളുകളിലേക്കൊക്കെ ആ സമയത്തുള്ളിൽ എത്തിയിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് എന്ന്. അപ്പം ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ വകുപ്പുകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? അല്ല, നമുക്കിപ്പം പ്രത്യേകിച്ച് ഇന്ന വകുപ്പ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും BNS ഇനിയിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്സിനിറ്റി, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലൊരു ഓൺലൈൻ പിന്നെ ഒബ്സിനിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഓൺലൈൻ ന്യൂഡിറ്റി, അതുപോലെ ഈ പോക്സോയുമായി ബന്ധപ്പെട്ടിട്ട് മൈനേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷുവാലിറ്റിയെ കുറിച്ച് വളരെ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പിന്നെ ഈ BNS കുറച്ചുകൂടി ശക്തമായിട്ടുള്ള വകുപ്പുകളുണ്ട്. ഇപ്പം 294, 296 ഇതൊക്കെ ഒബ്സിനിറ്റി ഓൺലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന വകുപ്പുകളാണ്. അതായത് 294ഉം പിന്നെ 96ഉം BNS ഒക്കെ. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ കുറ്റകൃത്യത്തിന് 2 വർഷം തടവും പിഴയുമാണ് ഈ 294ഉം 296 ഒക്കെ വിഭാവനം ചെയ്തത്. ഒരു റിപ്പീറ്റഡ് ഒഫൻസ്, അതേ ഒഫൻസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം തടവും കൂടുതൽ പിഴയിലേക്കും പോകും. അത് നോൺ ബെയിലബിൾ ഒഫൻസിലേക്കൊക്കെ പോകും. അതുപോലെ തന്നെ IT ആക്ടിൽ ഈ 66A സുപ്രീം കോടതി എടുത്ത് കളഞ്ഞെങ്കിൽ പോലും 67 ഉണ്ട്, 67A ഉണ്ട്, 67B ഉണ്ട്. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കി അവരുടെ മൊഡസ്റ്റിയെ, സ്ത്രീത്വത്തെ മോശമാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിനുള്ള പിന്നെ കടുത്ത ശിക്ഷയുള്ള പിന്നെ പ്രത്യേക സ്റ്റാറ്റ്യൂട്ട് നിയമം തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോക്സോ നിയമമുണ്ട്. ഒരു പ്രൊവിഷനിൽ പോലും അത് ജാമ്യം കിട്ടുന്ന പിന്നെ കേസല്ല. പോക്സോ ആക്ടിൽ തന്നെ സെക്ഷൻ 19(1) പ്രകാരം ഇപ്പം താങ്കൾക്ക് ഒരു വിവരം ലഭിച്ചു, ഒരു മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ഒരാൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ കുട്ടി എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു, നിർബന്ധമായിട്ടും യു ഷുഡ് ഇൻഫോം ദി കൺസേൺഡ് അതോറിറ്റി ഓർ പോലീസ് എന്ത് ഇങ്ങനെ ആ പെൺകുട്ടി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എപ്പോൾ ആ പെൺകുട്ടി അണ്ടർ ഏജ്ഡ് ആകും, അതായത് മൈനർ ആയിരിക്കുന്ന സമയത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതല്ല, ആര് ആക്രമിക്കപ്പെടാൻ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ്. അത് നിയമപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഉള്ളത് പോക്സോയിലാണ്. അറിവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ട്, ജെന്യൂൻ ആയിട്ടുള്ള അറിവ് കിട്ടിയിട്ട് അത് ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോക്സോ ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം നിങ്ങൾക്കെതിരെ 6 മാസം തടവ് കിട്ടാവുന്ന കേസ് എടുക്കും. പക്ഷെ ഇങ്ങനൊരു സാധനം
ഒരു വലിയൊരു ഇഷ്യൂ വരണം. അതിപ്പോൾ ഈ നമ്മുടെ ഈ നാട്ടിലെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഏതെങ്കിലും ഇപ്പം നമുക്കറിയാലോ, ഒരു ന്യൂസ് ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അങ്ങനെ ഒരു ന്യൂസ് ഏതെങ്കിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ന്യൂസ് വരുമ്പോഴായിരിക്കും അതിനെ ചുറ്റിപ്പറ്റി ഇതുപോലുള്ള കേന്ദ്രങ്ങൾ വേറെ എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു അന്വേഷണം വരികയും അതിന് പൂട്ടിടാനായിട്ട് നിൽക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. അല്ലാത്തടത്തോളം നമ്മുടെ ഇവിടുത്തെ നിയമം വെച്ചിട്ട് എല്ലാ പരിപാടികളും എല്ലാവർക്കും കാണിക്കാം, ആവശ്യം പോലെ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വേണേൽ കാണിക്കാം. പക്ഷെ കുഴപ്പമൊന്നും ഇപ്പോഴേ വരത്തില്ലെന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ പണ്ട് ഇവരായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളൊരു പെണ്ണ, അവളുടെ ഒരു വീഡിയോ ആണ്. ഈ MR വാട്ടവർ തൊപ്പി അവരുടെ ലൈവ് കണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ ദി ഓസ്കാർ ഗോസ് ടു എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. എന്തോ ഡ്രാമ കളിക്കുന്ന പോലെ തോന്നി. പക്ഷെ അത് ശരിയാണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യാത്ത കാര്യം ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞതാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ആദ്യം ഒരു അപ്പോളജി വീഡിയോ ഇടുക, അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇതെന്തോ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പോലെയും യൂട്യൂബ് ചാനൽ പോയതിനൊക്കെയാണ് ആ കുട്ടിക്ക് വിഷമം, അവരുടെ ഗ്രൂപ്പിൽ നിന്നും പോയതിനൊക്കെ. അല്ലാതെ അതിൻ്റെ താൻ പറഞ്ഞ ഇത്രയും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി സംസാരിച്ചതെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഐ വാച്ച് ദെയർ ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ എൻ്റെ ഫ്രണ്ട് ഇത് സ്ഥിരമായിട്ടും അല്ലെങ്കിൽ അധികവും കാണുന്ന ഒരു ആളയച്ച വോയിസ് ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. പിന്നെന്താ വെച്ചാൽ മമ്മു ആദ്യമായിട്ടൊന്നുമില്ല, ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവര് ഭയങ്കര സെക്ഷലി ഓരോ സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഇവര് പിന്നെ ലൈവ് വീഡിയോയിൽ വന്നിട്ട് പെൺകുട്ടികൾക്ക് ഉമ്മ ചോദിക്കലും, അതേപോലെ പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഈ തടിച്ച ആളുകൾക്ക് നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടാവില്ല, ബ്രസ്റ്റ് പിടിക്കലും അടുത്തുള്ള ആളുടെ പിടിക്കലും, നിങ്ങളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ മൗസ് പോലെ ഉണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവനെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മമ്മു എന്ന് പറഞ്ഞാൽ ഈ ചെക്കനെ ചെയ്യേണ്ട കാര്യം ഒന്നും കൗൺസിലിംഗ് കൊടുക്കാന്നുള്ളതാണ് സെക്ഷന്. പിന്നെ അവനെ സംബന്ധിച്ച് അവന് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫേമസ് ആവാന്നുള്ളതാണ് അവൻ്റെ തലയിലുള്ളിലുള്ളത്. അതിനൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ തൊപ്പി ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടാവില്ല, ആ വീഡിയോന്റെ ഉള്ളിൽ നിന്നും അവൻ ചെയ്യുന്ന തെറ്റിനൊന്നും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല. നമുക്കറിയില്ലല്ലോ, അത് 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോ. അപ്പം അത് അവിടെയുള്ള ചെക്കന്മാരൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇത് ഭയങ്കര സീനായതുകൊണ്ടാണ് ഇവർ എനിക്കും ഇത് തന്നെയാണ് അവരുടെ ലൈവ് കണ്ടപ്പോഴും പറയാൻ തോന്നിയത്. ഒരു തെറപ്പിയോ കൗൺസിലിങ്ങോ ഒക്കെ ആ കുട്ടിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി. പഴയ എന്തൊക്കെ ട്രോമ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒബ്സീനായിട്ടുള്ള കാര്യങ്ങൾ മീഡിയയിൽ വന്ന് പറയുന്നതും അതുപോലെ തന്നെ പറയുന്നത് മാത്രമല്ല ചെയ്യുന്നതും അങ്ങനെ പറ. ഒബ്സ്ട്രെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ. എന്നാ തൊപ്പിയുടെ വേറെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന്, ഇപ്പൊ ഇവരുടെ അടുത്ത് അണ്ണാക്കിനകത്ത് വെക്കുന്നുണ്ടെന്ന്. എന്നാൽ വേറൊരു വീഡിയോ ഇന്നലെ നമ്മൾ കണ്ട് അവന് മാത്രമല്ല തൊപ്പിക്കും ചെയ്തു കൊടുക്കാറുണ്ടെന്ന്. പിന്നെ അറിയാൻ പറ്റിയത് കൂട്ടമായിട്ട് ഇവനായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഒരാളെ കുക്കായിട്ട് കൊണ്ടുവന്നിട്ട് അവനെ എടുത്ത് വെച്ച് അടുപ്പിനകത്ത് വെക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ലേ, 3 കല്ലിന്റെ മേളിൽ കയറ്റിയിരുത്ത് വരുന്നില്ലേ. നല്ല പരിപാടി. അപ്പോൾ അതൊന്നും വലിയ ക്ലാസ് ഒന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തി എന്നുള്ളത് ഈ കണ്ടിട്ടുള്ള പിള്ളേർക്ക് മനസ്സിലാവണം. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അകത്താവുമെന്ന് മനസ്സിലാവണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവണം. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാകണം. ഇങ്ങനെ മനസ്സിലാവണം എന്ത് വേണം, ഈ പരിപാടികൾ കാണിച്ച് വിജയിച്ചുള്ളവന്മാരെ ആ വിജയം ഒരു വിജയമല്ല എന്ന് കാണിച്ചു കൊടുക്കണം. അത് ബാക്കിയുള്ള ജനങ്ങൾ കണ്ടു തന്നെ അങ്ങ് പഠിച്ചോളും. അങ്ങനെ ഇത് അവസാനിക്കത്തുള്ളൂ. അപ്പം ശരി.